കാശ്മീരിലെ സൈറ്റ് സീയിങ് ഇന്ന് ആദ്യം പോകുന്നത് സോൻമാർഗിലേക്കാണ്. സോൻമാർഗിൽ -5 ഡിഗ്രി വരെ ആയിരിക്കും ഇന്നത്തെ ടെമ്പറേച്ചർ എന്നാണ് ഫോർകാസ്റ്റ് നോക്കിയപ്പോൾ മനസ്സിലായി. പോരാത്തതിന് സ്നോഫാളും ഉണ്ടാവും. ഡ്രസ്സൊക്കെ ഇട്ട് താഴെ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഗ്യാങ് എല്ലാം സെറ്റാണ് പുറത്തു പോകാൻ വേണ്ടി. എല്ലാവരും വണ്ടിക്കകത്ത് കയറി ഇനി സോൻമാർഗിലേക്കുള്ള യാത്രയാണ്. സോൻമാർഗിലേക്കുള്ള യാത്ര ആദ്യം കാണുന്നത് സിന്ധ് റിവറാണ്, അതായത് സിന്ധു നദി. ഒരു സംസ്കാരത്തെ മുഴുവൻ ഒഴുകിക്കൊണ്ട് പോകുന്ന സിന്ധു നദി. അവിടെ എല്ലാം പിന്നിട്ട് കുറേ ദൂരം ഓടിയപ്പോൾ സോൻമാർഗ് ടണലിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ടണൽ കയറി ഇറങ്ങുമ്പോൾ വരുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വൈറ്റ് എന്ന് പറഞ്ഞ സ്നോഫാൾ അന്തരീക്ഷമാണ് സോൻമാർഗിൽ ഇപ്പോൾ ഉള്ളത്. എവിടെ നോക്കിയാലും വൈറ്റ്, എവിടെ നോക്കിയാലും വെളുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മുന്നിലേക്ക്. ആ ഒരു വെളുത്ത കാഴ്ചയാണ് മുമ്പിലേക്ക് വരുന്നത്. അതിന് നടുക്കൂടെ റോഡും. ഈ റോഡ് നേരെ പോകുന്നത് കാർഗിൽ ലേ സ്ഥലങ്ങളിലേക്കാണ്. ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത്. അതായത് ഇവിടെ ഈ വഴി പോയി കഴിഞ്ഞാൽ ഒരു 130 കിലോമീറ്റർ വഴി നേരെ പോയാൽ കാർഗിലേക്ക് എല്ലാം. ഞങ്ങൾ ഇന്ന് വന്ന ദിവസം എന്തായാലും അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്നോഫാൾ കാണുക എന്നുള്ളതാണ്. നല്ല സ്നോഫാളുണ്ട് ഇവിടെ, നന്നായിട്ട് സ്നോഫാൾ നടക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ജാക്കറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഊരിക്കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. കാരണം കൈയൊക്കെ ഓൾറെഡി ഫ്രീസ് ആയി കഴിഞ്ഞു. ഇതിനിടെ കുറച്ച് കാശ്മീരികളെ പരിചയപ്പെട്ടു. അവർ നമുക്ക് കാവ ഓഫർ ചെയ്തു. കാവയൊക്കെ മേടിച്ച് ഞങ്ങൾക്ക് കുടിക്കാൻ തന്നു. ഞങ്ങൾ അവരുമായിട്ടൊക്കെ സംസാരിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കാശ്മീരികൾ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള ആളുകളാണ്. അപ്പോൾ അത് ഭയങ്കര സഹകരണമാണ് ഇവർക്ക് നമ്മളോട്. നമ്മൾ ടൂറിസ്റ്റുകളായിട്ട് അവിടെ ചെല്ലുന്നുണ്ട്, അവർക്ക് വരുമാനം കൊണ്ടുപോകുന്നുണ്ടാണോ എന്നറിയില്ല. എന്തായാലും നല്ലൊരു അനുഭവമാണ് സോൻമാർഗ് ഞങ്ങൾക്ക് ഇന്ന് സമ്മാനിച്ചത്. കാരണം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമാണ് ഇത്രയും ഒരു മഞ്ഞ്, അതും നല്ല സ്നോഫാൾ. ഞങ്ങൾ പോകാറായപ്പോഴത്തേന് സ്നോഫാളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി അടുത്ത ദിവസങ്ങളിൽ പോകാനിരിക്കുന്നത് ഇതിനേക്കാളും മനോഹരമായ ഗംഭീരമായ കാഴ്ചകളിലേക്കാണ്.